Hello everyone, welcome to Entry Level Malayalam Coding. Software testing in this series portion defect reporting in Jira. നമ്മൾ previous videos എങ്ങനെയാണ് ഒരു സോഫ്റ്റ്വെയർ ആപ്ലിക്കേഷൻ ഒരു വെബ് ആപ്ലിക്കേഷൻ കിട്ടിക്കഴിഞ്ഞാൽ അത് നിങ്ങൾക്ക് എങ്ങനെയാണ് ടെസ്റ്റ് ചെയ്യുന്നത്, ടെസ്റ്റ് കേസസ് റൈറ്റിംഗ് എങ്ങനെയാണ്, എക്സിക്യൂട്ട് ചെയ്യുന്നത് എങ്ങനെയാണ്, ഫൈനലി ഡിഫക്റ്റ് ക്യാപ്ചർ ചെയ്തതിന് ശേഷം അത് നോർമൽ ഗൂഗിൾ ഷീറ്റ്സ് യൂസ് ചെയ്തിട്ട് എങ്ങനെയാണ് റിപ്പോർട്ട് ചെയ്യുന്നത് എന്നൊക്കെ നോക്കിയിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ ഈ സെഷനിൽ നിങ്ങളുടെ ഓർഗനൈസേഷൻ ഒരു ടൂളാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ എങ്ങനെയാണ് ഒരു ടൂൾ വഴി നമുക്കൊരു ഡിഫക്റ്റിനെ ട്രാക്ക് ചെയ്യുകയും മോണിറ്റർ ചെയ്യുകയും ചെയ്യുന്നതെന്നാണ് നോക്കാൻ പോകുന്നത്. നമ്മൾ ഇന്ന് ജിറ എന്ന് പറയുന്ന ടെസ്റ്റ് ട്രാക്കിംഗ് ടൂളാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ജിറ ഒരു ടെസ്റ്റ് മാനേജ്മെൻറ്റ് ടൂളാണ്. നമ്മളുടെ ഒരു ഓർഗനൈസേഷനിലെ ഒരു പ്രോജക്റ്റിന് വേണ്ട എല്ലാ ആക്ടിവിറ്റീസും മാനേജ് ചെയ്യാനും കൺട്രോൾ ചെയ്യാനും കപ്പാസിറ്റി ഉള്ള ഒരു ടെസ്റ്റ് മാനേജ്മെൻറ്റ് ടൂളാണ് ജിറ. ഓക്കെ, അപ്പോൾ ഇത് യൂസ് ചെയ്തിട്ട് ആസ് എ QA എഞ്ചിനീയർ നിങ്ങൾക്ക് ഒരു ബഗ് എങ്ങനെയാണ് ക്യാപ്ചർ ചെയ്യാൻ പറ്റുന്നത്, ആ ബഗ്ഗിനെ കൺസേൺ ഡെവലപ്പറിന് എങ്ങനെയാണ് അസൈൻ ചെയ്യുന്നത്, പിന്നെ ബഗ്ഗിൻ്റെ ലൈഫ് സൈക്കിൾ ഒരു ത്രൂ ഔട്ട് പ്രോസസ്സ് എങ്ങനെയാണ് ഈ ഒരു ടൂൾ യൂസ് ചെയ്തിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്നതെന്ന് നോക്കാം. സോ ലെറ്റ്സ് ബിഗിൻ. അപ്പോൾ ഈ കാണുന്നതാണ് ജിറയുടെ ഒരു ഇൻ്റർഫേസ് നിങ്ങൾക്ക് കിട്ടുന്നത്. ഓക്കെ, ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങളുടെ പ്രോജക്റ്റും പിന്നീട് അതിൻ്റെ ഒരു സ്പ്രിൻറ്റും കാണും. സ്പ്രിൻറ്റ് എന്ന് പറയുന്നത് എന്താണെന്ന് ഓൾറെഡി അജൈൽ മെത്തഡോളജിയെക്കുറിച്ചൊക്കെ നമ്മൾ പഠിക്കുന്നതാണ്. സോ ജിറ ആക്ച്വലി അജൈൽ മെത്തഡോളജി ഫോളോ ചെയ്തിട്ടുള്ള ഒരു സോഫ്റ്റ്വെയർ ടെസ്റ്റ് മാനേജ്മെൻറ്റ് ടൂളാണ്. സോ ഇവിടെ കംപ്ലീറ്റ്ലി അജൈൽ മെത്തഡോളജി എന്ന് പറയുമ്പോൾ ഫ്രം റിക്വയർമെൻറ്റ് അനാലിസിസ് ടു പ്ലാനിങ് ടു ഡിസൈനിങ് ടു ഡെവലപ്മെൻറ്റ് ടു കോഡിങ് ദെൻ ടെസ്റ്റിംഗ് ദെൻ മെയിൻ്റനൻസ്, ഈ ഒരു പ്രോസസ്സും വൺ ആഫ്റ്റർ അതറായിട്ട് നടക്കുന്ന ഒരു മെത്തഡോളജിയാണ് അല്ലെങ്കിൽ ഒരു മോഡലാണെന്ന് നമുക്ക് പറയാം. അപ്പോൾ ഈ ഒരു മോഡൽ ഫോളോ ചെയ്യുന്ന ഒരു ടൂളാണ് ജിറ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മൾക്ക് സ്പ്രിൻറ്റ് വൈസായിട്ടും അതേപോലെ തന്നെ മൈൽ സ്റ്റോൺ വൈസുമായിട്ടൊക്കെ ആയിരിക്കും ജിറ യൂസ് ചെയ്യുമ്പോൾ നിങ്ങളുടെ പ്രോജക്റ്റിൻ്റെ റിക്വയർമെൻറ്റ് അനുസരിച്ച് നമുക്ക് അങ്ങനെയാണ് പ്രോജക്റ്റിനെ നമ്മൾ ഡിവൈഡ് ചെയ്തിട്ട് ചെയ്യുന്നത്. അപ്പോൾ ഒരു വലിയ കോംപ്ലക്സ് പ്രോജക്റ്റിനെ ഡിവൈഡ് ചെയ്ത് ഓരോ മൊഡ്യൂൾസ് ആക്കി അല്ലെങ്കിൽ ഓരോ കമ്പോണൻ്റ് ആക്കിയിട്ടായിരിക്കും നമ്മളവിടെ ഡെവലപ്മെൻറ്റും തുടർന്ന് ടെസ്റ്റിങ്ങും ഒക്കെ ചെയ്യുന്നത്. അപ്പോൾ സ്പ്രിൻറ്റ് മോഡലിൽ ചെയ്യാൻ യൂസ് ചെയ്യുന്ന ഒരു രീതിയാണ് നമ്മൾ ഇന്ന് അഡോപ്റ്റ് ചെയ്തിരിക്കുന്നത്. അതുപോലെ നിങ്ങൾ ഈ കാണുന്നത് ഇവിടെ കാൻബാൻ ബോർഡാണ്. ഓക്കെ, കാൻബാൻ ബോർഡ് എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് ഇവിടെ ഓരോ ബോർഡ്സ് കാണാം. ഇവിടെ ഓരോ ടു ഡു, ദെൻ ഇൻ പ്രോഗ്രസ്, ദെൻ QA വെരിഫിക്കേഷൻ, ഡൺ, ഇങ്ങനെയുള്ള ഓരോ സെക്ഷനായിട്ട് ഇവിടെ ഒരു ബോർഡ് നിങ്ങൾക്ക് കാണാം. അതായത് നമ്മളുടെ ഈ ഒരു ടെസ്റ്റിംഗ് ആക്ടിവിറ്റിയുടെ ഈ ഒരു ലൈഫ് സൈക്കിളിനെ ഒരു വിഷ്വലി റെപ്രസെൻറ്റ് ചെയ്തിരിക്കുന്ന ഒരു ബോർഡാണ് ഈ കാൻബാൻ ബോർഡ് എന്ന് പറയുന്നത്. സോ ജിറ ടോട്ടലി കസ്റ്റമൈസബിൾ ആണ്. നിങ്ങളുടെ പ്രോജക്റ്റ് മാനേജ്മെൻറ്റിനോ അല്ലെങ്കിൽ പ്രോജക്റ്റ് ഡെവലപ്മെൻറ്റ് ടീമിനോ പ്രോജക്റ്റ് മാനേജറിനോ ഒക്കെ ആരാണോ കൺസേൺഡ് ആയിട്ട് ഈ ഒരു പ്രോജക്റ്റ് ഹാൻഡിൽ ചെയ്യുന്നത് അവർക്ക് ഇത് ടോട്ടലി കസ്റ്റമൈസ് ചെയ്തിട്ട് ഓരോ എംപ്ലോയീസിൻ്റെയും അല്ലെങ്കിൽ ഓരോ ഇപ്പോൾ ബിസിനസ് അനലിസ്റ്റ് ആണെങ്കിൽ അവരുടെ റിക്വയർമെൻറ്റ് അനുസരിച്ച്, അതേപോലെ ടെസ്റ്റേഴ്സ് ആണെങ്കിൽ QAയുടെ റിക്വയർമെൻറ്റ് അനുസരിച്ച് നമുക്ക് ഈ ഒരു ബോർഡിനെ കംപ്ലീറ്റ് ആയിട്ട് കസ്റ്റമൈസ് ചെയ്യാനായിട്ട് സാധിക്കുന്നു. അപ്പോൾ ഇത് യൂസ് ചെയ്തിട്ട് എങ്ങനെയാണ് ഒരു ബഗ് ക്രിയേറ്റ് ചെയ്യുന്നത് എന്നുള്ളതാണ് നമ്മൾ ഈ ഒരു സെഷനിൽ നോക്കാൻ പോകുന്നത്. അപ്പം ഞാൻ നമ്മൾ എപ്പോഴും യൂസ് ചെയ്യുന്ന ഒരു വെബ്സൈറ്റ് എടുക്കുകയാണ്. സ്വാഗ് ലാബ്സ് അല്ലെങ്കിൽ sourcedemo.com എന്ന് പറയുന്ന URL ലോഞ്ച് ചെയ്യുന്ന സ്വാഗ് ലാബ്സ് എന്ന് പറയുന്ന വെബ്സൈറ്റാണ് ലോഞ്ച് ചെയ്തിരിക്കുന്നത്. ഇവിടെ നമുക്ക് ആക്സെപ്റ്റഡ് യൂസർ നെയിംസ് കുറച്ച് കൊടുത്തിട്ടുണ്ട്, കറസ്പോണ്ടിങ് പാസ്വേഡും കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പം ആദ്യമേ കൊടുത്തിരിക്കുന്ന സ്റ്റാൻഡേർഡ് യൂസർ എന്നുള്ളത് പോസിറ്റീവ് ടെസ്റ്റ് കേസാണ്. സോ നമ്മളത് നോർമലി സ്റ്റാൻഡേർഡ് യൂസർ, ദെൻ പാസ്വേഡ് എന്ന് പറയുന്നത് സീക്രട്ട് സോഴ്സ് എന്നുള്ളതാണ്. അപ്പം ഇതിവിടെ കൊടുത്തിട്ട് ലോഗിൻ ചെയ്യുമ്പോഴത്തേക്കും സ്മൂത്ത്ലി നിങ്ങൾക്ക് ലോഗിൻ ചെയ്യാനായിട്ട് പറ്റുന്നു, ആ ഒരു ആപ്ലിക്കേഷനിലേക്ക് ലോഗിൻ ചെയ്യാനായിട്ട് പറ്റുന്നു. അപ്പോൾ ഡിഫക്റ്റ് റിപ്പോർട്ട് ചെയ്യാനായിട്ട് ഞാനൊരു നെഗറ്റീവ് ടെസ്റ്റ് കേസാണ് ഇന്ന് എടുക്കുന്നത്. സോ ഇവിടെ നിങ്ങൾക്ക് ഒരു പ്രോബ്ലം യൂസർ എന്ന് പറയുന്ന ഒരു ക്രെഡൻഷ്യലുണ്ട്. ഓക്കെ, അല്ലെങ്കിൽ എറർ യൂസർ എന്ന് പറയുന്ന ഒരു ക്രെഡൻഷ്യലുണ്ട്. സോ ഇതെല്ലാം രജിസ്റ്റേർഡ് ആയിട്ടുള്ള ക്രെഡൻഷ്യൽസ് ആണ്. ഓക്കെ, അൺരജിസ്റ്റേർഡ് അല്ല, രജിസ്റ്റേർഡ് ആയിട്ടുള്ള ക്രെഡൻഷ്യൽസ് ആണ്. സോ ഞാൻ ഈ ഒരു രജിസ്റ്റേർഡ് ആയിട്ടുള്ള ക്രെഡൻഷ്യൽ യൂസ് ചെയ്തിട്ട് ലോഗിൻ ചെയ്യുകയാണ്. സോ ഇവിടെ നമുക്ക് സ്മൂത്തായിട്ട് ലോഗിൻ നടന്നു. നമുക്ക് എന്താണ് എറർ എന്ന് നോക്കാം. റിമൂവ് കൊടുത്തു, ബട്ട് റിമൂവ് ആവുന്നില്ല. ഓക്കെ,
നമ്മൾ ഈ ഒരു ക്രെഡൻഷ്യൽ യൂസ് ചെയ്തിട്ട് നമുക്ക് ഫസ്റ്റ് തന്നെ ഓൾറെഡി സെലക്റ്റഡ് ആണ് ഈ പറയുന്ന സോസ് ലാബ്സ് ബാക്ക് പാക്ക്, അതുപോലെ സോസ് ലാബ് ബൈക്ക് ലൈറ്റ്, ദെൻ താഴേക്ക് വന്നാൽ കുറച്ച് പ്രോഡക്ട്സ് ഇവിടെ ഓൾറെഡി ആഡ് ടു കാർട്ടിലേക്ക് പോയിരിക്കുകയാണ്. പക്ഷേ ഞാൻ ആഡ് ടു കാർട്ടിൽ ചെന്നിട്ട് റിമൂവ് ചെയ്യാൻ നോക്കുമ്പോൾ നമുക്ക് അവിടുന്ന് ആ ഒരു പ്രോഡക്റ്റിനെ റിമൂവ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നു. നമ്മൾ ഓൾറെഡി വൺസ് ഒരു കാർട്ടിലേക്ക് ലോഗിൻ ആയി കഴിയുമ്പോൾ നമുക്ക് ആദ്യമേ തന്നെ കാർട്ടിലേക്ക് ആഡ് ചെയ്യേണ്ട ആവശ്യമില്ല. നമ്മൾ മാനുവലി ആഡ് ചെയ്യുമ്പോഴാണ് നമുക്ക് ഒരു പ്രൊഡക്റ്റിനെ കാർട്ടിലേക്ക് കാണേണ്ട ഒരു ഇത് വരുന്നത് അല്ലേ. അപ്പോൾ ഞാനിവിടുന്ന് റിമൂവ് ചെയ്യാൻ ട്രൈ ചെയ്യുമ്പോൾ പക്ഷേ അത് റിമൂവ് ആവുന്നില്ല. അപ്പോൾ അതെനിക്കൊരു ബഗ്ഗാണ്. ഓക്കെ, അപ്പം ഈ സോസ് ലാബ്സ് ബാക്ക് പാക്ക് എന്ന് പറയുന്നൊരു പ്രോഡക്റ്റ് ഉണ്ട്. അതിനെ ഞാൻ കാർട്ടിലേക്ക് ഇവിടെ ആഡ് ചെയ്തു. പക്ഷേ കാർട്ടിലേക്ക് ആഡ് ചെയ്തിട്ട് ആ ഒരു സെയിം പ്രോഡക്റ്റ് ഡീറ്റെയിൽസ് പേജിൽ നിന്ന്, അല്ലെങ്കിൽ ആ ഒരു ഡാഷ്ബോർഡ് പേജ്, ഇപ്പോൾ ഇൻവെൻട്രി എന്നാണ് ഈ ഒരു പേജിന് ഇവർ പേര് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു ഇൻവെൻട്രി പേജിൽ നിന്ന് എനിക്ക് ഡയറക്റ്റ്ലി റിമൂവ് ആക്കാനായിട്ട് പ്രോഡക്റ്റിനെ പറ്റുന്നില്ല. അപ്പോൾ അതൊരു ബഗ്ഗാണ്. ഓക്കെ, അപ്പം നമുക്കിതിനെ ഒരു ബഗ്ഗായിട്ട് റേസ് ചെയ്യാം. എങ്ങനെയാണ് ജിറ യൂസ് ചെയ്തിട്ട് നമുക്ക് ഈ ഒരു ബഗ്ഗിനെ റേസ് ചെയ്യുന്നത് നോക്കാം. സോ കമ്മിങ് ബാക്ക് ടു ജിറ, ഇവിടെ ഒരു ക്രിയേറ്റ് ബട്ടൺ ഉണ്ട്. ഓക്കെ, ഞാൻ ആ ക്രിയേറ്റ് ബട്ടണിൽ ക്ലിക്ക് ചെയ്യുന്നു. നിങ്ങളുടെ പ്രോജക്റ്റ് ഇതൊക്കെ ഓൾറെഡി നിങ്ങളുടെ പ്രോജക്റ്റ് മാനേജ്മെൻറ്റ് ടീം നിങ്ങൾക്ക് ഇത് ഓൾറെഡി സെറ്റ് ചെയ്ത് തന്നിരിക്കും. സോ പ്രോജക്റ്റ് സെലക്ട് ചെയ്യുക. അതിനുശേഷം നിങ്ങളുടെ ഇഷ്യൂ ടൈപ്പ് എന്ന് പറയുന്നത് നമ്മളിപ്പോൾ ബഗ്ഗാണ് റിപ്പോർട്ട് ചെയ്യാൻ പോകുന്നത്. ആ ബഗ്ഗ് സെലക്ട് ചെയ്യുക. സ്റ്റേറ്റസ് എന്ന് പറയുന്നത് ഫസ്റ്റ്ലി ആദ്യമേ ഏതൊരു ബഗ്ഗും ക്രിയേറ്റ് ചെയ്യുമ്പോഴത്തേക്കും അത് ടു ഡു സ്റ്റേറ്റിലായിരിക്കും. ഓക്കെ, അതൊരു ബഗ്ഗാണ്. അതിലിനിയും വർക്ക് ചെയ്യാനായിട്ട് പെൻഡിങ് ആണ്. അപ്പോൾ നമുക്ക് ടു ഡു സ്റ്റേറ്റ് ആണ് സ്റ്റേറ്റസ് എന്ന് പറയുന്നത്. ഇനി സമ്മറിയാണ് എഴുതാൻ പോകുന്നത്. സമ്മറി എഴുതുമ്പോൾ ഞാൻ എൻ്റെ പ്രോജക്റ്റ് നെയിം ആദ്യമേ കൊടുക്കുന്നു. നമുക്ക് സമ്മറിക്കും അതേപോലെ തന്നെ ബാക്കിയുള്ള കാര്യങ്ങൾക്കും ഒന്നും ഒരു പെർട്ടിക്കുലർ നെയിമിംഗ് കൺവെൻഷനോ കാര്യങ്ങളോ ഒന്നുമില്ല. നിങ്ങളുടെ ഓർഗനൈസേഷനും അതുപോലെ പ്രോജക്റ്റ് റിക്വയർമെൻറ്റും അനുസരിച്ച് എന്താണാവോ അവിടെ ഒരു പ്രോട്ടോക്കോൾ തന്നിരിക്കുന്നത് അത് യൂസ് ചെയ്തിട്ട് വേണം നിങ്ങൾ ചെയ്യാനായിട്ട്. ഇൻ കേസ് അങ്ങനെ പ്രത്യേകിച്ച് ഒരു പ്രോട്ടോക്കോൾസ് നിങ്ങൾക്ക് പറഞ്ഞിട്ടില്ല, അല്ലെങ്കിൽ ഒരു സമ്മറിയുടെ ഒരു നെയിമിംഗ് കൺവെൻഷൻസ് ഒന്നും പറഞ്ഞിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു മെത്തേഡ് ഫോളോ ചെയ്യാവുന്നതാണ്. അപ്പോൾ ഞാൻ ആദ്യം പ്രോജക്റ്റിൻ്റെ പേരാണ് കൊടുത്തിരിക്കുന്നത്. ഇനി പ്രോജക്റ്റിൻ്റെ പേര് കൊടുത്തതിന് ശേഷം പിന്നെ എനിക്ക് ഈ ഒരു ഇഷ്യൂ വന്നിരിക്കുന്നത് എവിടെയാണ്? ലോഗിൻ ചെയ്തതിന് ശേഷമുള്ള പ്രോഡക്റ്റ് പേജിലാണ്, അല്ലെങ്കിൽ ഇൻവെൻറ്ററി പേജ് എന്ന് നമുക്ക് ഇതിനെ വിളിക്കാം. ഓക്കെ, അല്ലെങ്കിൽ പ്രോഡക്ട്സ് പേജ് എന്ന് വിളിച്ചാലും ഓക്കെയാണ്. അപ്പം എന്താണ് ചെയ്യേണ്ടത്? ഈ പ്രോഡക്ട്സ് പേജിൽ ആണ് എനിക്ക് ഇഷ്യൂ വന്നേക്കുന്നത്. നിങ്ങൾക്ക് ഇനി ഈ ഒരു പെർട്ടിക്കുലർ ഇഷ്യൂ ഒരു ബ്രൗസറിലേ ഉള്ളൂ, അതൊരു ബ്രൗസർ സ്പെസിഫിക് ആണെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു പെർട്ടിക്കുലർ ബ്രൗസർ മെൻഷൻ ചെയ്യാം. ഇൻ കേസ് ബ്രൗസർ സ്പെസിഫിക് അല്ല, എല്ലാ ബ്രൗസറിലും നിങ്ങൾക്ക് ഈ സെയിം ഒരു ഇഷ്യൂ കാണാൻ സാധിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ മെൻഷൻ ചെയ്യേണ്ട ആവശ്യമില്ല. കാര്യം കോമൺ ടു എവറി ബ്രൗസർ എന്നുള്ള രീതിയിൽ തന്നെ നമുക്ക് ഇത് റിപ്പോർട്ട് ചെയ്യാവുന്നതാണ്. അല്ല, ഇപ്പോൾ എനിക്ക് ക്രോം ബ്രൗസറിൽ മാത്രമേ ഇഷ്യൂ ഉള്ളൂ, ഫയർഫോക്സിലും എഡ്ജിലും അതേപോലെ മറ്റുള്ള ബ്രൗസേഴ്സ് നിങ്ങൾ യൂസ് ചെയ്യുന്ന ബ്രൗസേഴ്സിലെല്ലാം ഇത് കറക്റ്റായിട്ട് വർക്ക് ആവുന്നുണ്ടെങ്കിൽ ആ ഒരു ബ്രൗസർ സ്പെസിഫിക് ആയിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ക്രോം എന്ന് ഇവിടെ ഡിനോട്ട് ചെയ്യാം. ഓക്കെ, സിമിലർലി ഡിവൈസ്, ഇപ്പോൾ മൊബൈൽ ആപ്ലിക്കേഷൻ്റെ കേസാണ് പറയുന്നതെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു ഇഷ്യൂ നിങ്ങൾക്ക് ഒരു പെർട്ടിക്കുലർ ഡിവൈസ് iOS-ൽ മാത്രമേ ഈ ഒരു ഇഷ്യൂ വരുന്നുള്ളൂ, അല്ലെങ്കിൽ ആൻഡ്രോയിഡിൽ ഇത് സ്മൂത്തായിട്ട് വർക്ക് ആവുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് iOS സ്പെസിഫിക് എന്ന് കൊടുക്കാം. ഓക്കെ, ഇനിയും iOS-ൽ തന്നെ നിങ്ങൾക്ക് പല ടൈപ്പ് ഓഫ് ഡിവൈസസ് അവൈലബിൾ ആണ്. അതായത് iPhone 12, iPhone 13 അങ്ങനെ ഒരു സ്പെസിഫിക് ഡിവൈസിലാണെങ്കിൽ ആ ഡിവൈസും കൊടുക്കാം. സിമിലർലി ഇൻ ദ കേസ് ഓഫ് ആൻഡ്രോയിഡ് നിങ്ങൾക്ക് ഒരു പെർട്ടിക്കുലർ വേർഷനിലാണ് ഇഷ്യൂ വരുന്നതെങ്കിൽ ആ വേർഷൻ നിങ്ങൾക്ക് മെൻഷൻ ചെയ്യാം. പക്ഷേ എപ്പോഴും പറയുമ്പം ഇങ്ങനെ മെൻഷൻ ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഒരു പെർട്ടിക്കുലർ ഡിവൈസിൽ മാത്രമേ നമുക്ക് ആ ഒരു ഇഷ്യൂ കിട്ടുന്നില്ല, അല്ലെങ്കിൽ അത് വർക്ക് ആവുന്നില്ല, അല്ലെങ്കിൽ എക്സ്പെക്റ്റഡ് റിക്വയർമെൻറ്റിനോട് നമ്മളുടെ ആക്ച്വൽ പ്രൊഡക്റ്റ് മീറ്റ് ചെയ്യുന്നില്ലെങ്കിൽ മാത്രമേ നിങ്ങൾ ആ ഒരു ഡിവൈസ് സ്പെസിഫിക്കേഷൻ ഇവിടെ കൊടുക്കാവുള്ളൂ. അല്ലെങ്കിൽ കോമൺ ആയിട്ട് നമ്മൾ ചെയ്യുകയാണ്. കാര്യം എല്ലാ ഡിവൈസിനും നമുക്ക് ഈ ഒരു ഇഷ്യൂ അവിടെ നമുക്ക് റിഫ്ലക്റ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ, റീപ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുന്നുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ ഒരു ബ്രൗസർ സ്പെസിഫിക് അല്ലെങ്കിൽ ഡിവൈസ് സ്പെസിഫിക് കൊടുക്കേണ്ട ആവശ്യമില്ല. ഡയറക്റ്റ്ലി നിങ്ങൾക്ക് റൈറ്റ് ചെയ്യാവുന്നതാണ്. സോ എൻ്റെ പ്രോജക്റ്റ് നെയിം കൊടുത്തു. ഇനി എനിക്ക് ഇത് വരുന്നത് എവിടെയാണ്? ഈ ഒരു പ്രോഡക്ട്സ് പേജിലാണ്. സോ ഞാൻ പ്രോഡക്ട്സ് എന്ന് കൊടുക്കുകയാണ്. പ്രോഡക്ട്സ് പേജിൽ എന്താണ് ഇഷ്യൂ വരുന്നത്? ഓക്കെ,
സോ പ്രോഡക്ട്സ് പേജിൽ നമുക്ക് പിന്നെ ഡയറക്റ്റ് നമുക്ക് ഇഷ്യൂസ് അങ്ങ് റിപ്പോർട്ട് ചെയ്യാം. കാര്യം ഈ ഒരു പ്രോഡക്റ്റ് പേജിലേക്ക് വന്നു കഴിഞ്ഞാൽ പിന്നീട് നാവിഗേറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. സോ നമുക്ക് നമ്മളുടെ ഇഷ്യൂ അവിടെ റിപ്പോർട്ട് ചെയ്യാവുന്നതാണ്. റിമൂവ് ബട്ടൺ ഈസ് നോട്ട് വർക്കിംഗ്. റിമൂവ് ബട്ടൺ നമുക്കവിടെ വർക്ക് ആവുന്നില്ല. ഓക്കെ, ഇനിയും ഇത് ഒരു രീതിയാണ് സമ്മറി കൊടുക്കുന്നത്. ഓക്കെ, ഇപ്പം നിങ്ങൾക്ക് പൈപ്പ് സിമ്പൽ യൂസ് ചെയ്ത് അല്ലെങ്കിൽ അണ്ടർസ്കോർ യൂസ് ചെയ്ത് ഇങ്ങനെ ഒരു പാത്തിൻ്റെ ഒരു സിമിലർലി ഒരു പാത്ത് വരുന്നത് എങ്ങനെയാണോ ആ രീതിയിൽ നിങ്ങൾക്ക് സമ്മറി ക്രിയേറ്റ് ചെയ്യാം. ഇനി ഇതല്ല എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഡിസ്ക്രിപ്ഷന് ഷോർട്ട് ഫോം ആയിട്ടും ക്രിയേറ്റ് ചെയ്യാം. പക്ഷേ എപ്പോഴും ഈ ഒരു രീതിയിൽ നിങ്ങൾ സമ്മറി ക്രിയേറ്റ് ചെയ്യുകയാണെങ്കിൽ വേറെ ഒരു റിസോഴ്സ് നിങ്ങളുടെ പ്രോജക്റ്റിലേക്ക് അലോക്കേറ്റ് ആകുക, അല്ലെങ്കിൽ ഒരു ഫ്യൂച്ചർ റെഫറൻസിലേക്ക് നമ്മളൊരു പെർട്ടിക്കുലർ ബഗ്ഗിനെ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ പെട്ടെന്നൊരു ഫസ്റ്റ് ഇംപ്രഷനിൽ തന്നെ നമുക്ക് എന്താണ് ഇഷ്യൂ എന്ന് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ഇത് നോക്കുമ്പോൾ തന്നെ സ്വാഗ് ലാബ്സ് പ്രോജക്റ്റിൽ പ്രൊഡക്റ്റ് പേജിൽ റിമൂവ് ബട്ടൺ വർക്ക് ചെയ്യുന്നില്ല എന്നുള്ള കാര്യം നമുക്ക് മനസ്സിലാവുന്നു. ഓക്കെ, ഇനിയും ഡിസ്ക്രിപ്ഷനാണ് നെക്സ്റ്റ് വരുന്നത്. ഡിസ്ക്രിപ്ഷനിൽ നമുക്ക് കുറച്ചധികം രീതിയിൽ നമുക്ക് ചെയ്യാൻ പറ്റും. ഇവിടെ നമുക്ക് നമ്മളുടെ ഹെഡിങ് സ്റ്റൈല്, ടെക്സ്റ്റിൻ്റെ സ്റ്റൈല് നിങ്ങൾക്ക് മാറ്റാൻ പറ്റും. അതായത് സൈസ് ഓഫ് ദ ടെക്സ്റ്റ് നമുക്കിവിടെ ചൂസ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. ദെൻ ബോൾഡ് ആക്കാനുള്ളത്, ഇറ്റാലിക്സ് ആക്കാനുള്ളത്, അതുപോലെ നമുക്കിനി അണ്ടർലൈൻ ചെയ്യണോ അല്ലെങ്കിൽ സ്ട്രൈക്ക് ത്രൂ ചെയ്യണോ, കോഡ് കൊടുക്കണോ, സബ്സ്ക്രിപ്റ്റ് കൊടുക്കണോ, ഇങ്ങനെയുള്ള സ്റ്റൈലിംഗ് ചെയ്യാനുള്ള ഓപ്ഷൻസ് അവൈലബിൾ ആണ്. അതേപോലെ തന്നെ നിങ്ങൾക്ക് ടെക്സ്റ്റ് കളർ ഇവിടെ ചൂസ് ചെയ്യാനായിട്ട് പറ്റും. ഇനി അതേപോലെ നിങ്ങൾക്ക് എന്തെങ്കിലും ഡീറ്റെയിൽസ് ബുള്ളറ്റ് പോയിൻ്റ് ആയിട്ട് ആഡ് ചെയ്യണമെങ്കിൽ അതിനുള്ള ഓപ്ഷൻ ഉണ്ട്. അതേപോലെ നമ്പേഴ്സായിട്ട് നിങ്ങൾക്ക് നമ്പേർഡ് ലിസ്റ്റ് വേണമെങ്കിൽ ആ ഒരു ഐക്കൺ, നമ്പർ ലിസ്റ്റ് ഐക്കൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നമ്പേഴ്സായിട്ട് ഓട്ടോമാറ്റിക്കലി സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് റൈറ്റ് ചെയ്യാനായിട്ട് പറ്റും. അതേപോലെ എന്തെങ്കിലും ലിങ്ക് നിങ്ങൾക്ക് അറ്റാച്ച്മെൻ്റ് ആയിട്ട് ലിങ്ക് അറ്റാച്ച് ചെയ്യണമെങ്കിൽ അതിനുള്ള ഓപ്ഷൻ ഉണ്ട്. ദെൻ ഇമേജ്, വീഡിയോ അല്ലെങ്കിൽ എന്തെങ്കിലും അതർ ഫയൽസ് നിങ്ങൾക്ക് ഈ ഒരു പെർട്ടിക്കുലർ ബഗ്ഗിനോട് കൂടി അനുബന്ധമായിട്ടുള്ളത് ആഡ് ചെയ്യണമെങ്കിൽ അത് ആഡ് ചെയ്യാനുള്ളതുണ്ട്. ദെൻ ഏതെങ്കിലും ഒരു ടീം മെമ്പറിനെ മെൻഷൻ ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് അതിനുള്ള ഓപ്ഷൻ ഉണ്ട്. ദെൻ ഇമോജി ഓപ്ഷൻ ഉണ്ട്. ടേബിൾ ക്രിയേറ്റ് ചെയ്യാം. ദെൻ കോഡ് സ്നിപ്പറ്റ് റൈറ്റ് ചെയ്യാം. ദെൻ ഇൻഫോ പാനലുണ്ട്. ദെൻ ഇൻസേർട്ട് എലമെൻസിനെ ഇൻസേർട്ട് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. അതുപോലെ തന്നെ റൈറ്റിംഗ് അസിസ്റ്റൻസും നിങ്ങൾക്കിപ്പോൾ ജിറയിൽ ലഭ്യമാണ്. ഓക്കെ, ഇത്രയും ഫീച്ചേഴ്സ് നമുക്ക് ഈ ഒരു ഡിസ്ക്രിപ്ഷൻ എന്ന് പറയുമ്പോൾ തന്നെ നമുക്കൊരു ടെക്സ്റ്റ് ഏരിയ ആണ്. നമുക്ക് എത്ര വേണമെങ്കിലും ഇതിനകത്ത് റൈറ്റ് ചെയ്യാം. ഓക്കെ, ടെക്സ്റ്റ് ബോക്സ് അല്ല, ടെക്സ്റ്റ് ഏരിയ ആണ്. നമുക്ക് എന്തുമാത്രം വേണമെങ്കിലും ഒരു പാരഗ്രാഫ് വേണമെങ്കിലും റൈറ്റ് ചെയ്യാം. കാര്യം ആ ഒരു ബഗ്ഗിനെ നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് കൺവേ ചെയ്യാൻ പറ്റുന്നത് എങ്ങനെയാണോ അപ്പോൾ അതേപോലെ വളരെ ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ നമുക്ക് ജിറ തരുന്നുണ്ട്. അപ്പോൾ നമുക്കിനിയും ചെയ്യാവുന്നത്, ഞാനിപ്പോൾ ഈ റിമൂവ് ബട്ടൺ ഈസ് നോട്ട് വർക്കിംഗ്, അപ്പോൾ ഇതിനെ എനിക്ക് ഡീറ്റെയിൽ ആയിട്ട് ഞാനൊരു ടെക്സ്റ്റ് ഫോമിലേക്ക് എഴുതുകയാണ്. അപ്പോൾ എങ്ങനെ എഴുതാൻ പറ്റും? ഓൺ ക്ലിക്കിംഗ് റിമൂവ് ബട്ടൺ, നിങ്ങൾക്ക് റിമൂവ് ബട്ടൺ എന്നുള്ളത് ഒരു നമുക്ക് ഇവിടെയുള്ള ഒരു ബട്ടൻ്റെ നെയിമാണ്. അപ്പോൾ അതിനെ ഒരു കോഡ്സിലൊക്കെ കൊടുക്കുകയാണെങ്കിൽ കുറച്ചും കൂടി സ്റ്റൈലായിട്ട്, അതായത് എങ്ങനെയാണോ നിങ്ങൾക്ക് സ്റ്റൈലിംഗ് ചെയ്യാൻ പറ്റുന്ന ടെക്സ്റ്റിനെ ആ ഒരു രീതിയിൽ ചെയ്യുക. സോ ദാറ്റ് നിങ്ങളുടെ ഡെവലപ്പേഴ്സിന് കുറച്ചും കൂടി ഇഷ്യൂ ക്ലിയർ ആകും. ഞാനതൊന്ന് ബോൾഡ് ആക്കുകയാണ്. സോ ഓൺ ക്ലിക്കിംഗ് റിമൂവ് ബട്ടൺ after adding the product to the cart is not working. Okay, അപ്പോൾ ഈ ഒരു രീതിയിൽ നമുക്ക് ഡിസ്ക്രിപ്ഷൻ കൊടുക്കാം. ഈ ഡിസ്ക്രിപ്ഷൻ വായിക്കുമ്പോഴത്തേക്കും നമ്മൾ ഡെവലപ്പേഴ്സിന് മനസ്സിലാകണം വാട്ട് ഈസ് ദ റിയൽ ഇഷ്യൂ എന്നുള്ളത്. ഓക്കെ, ഇനിയും ഇതാണ് ഡിസ്ക്രിപ്ഷൻ. ഇനി ഈ ഡിസ്ക്രിപ്ഷനിലേക്ക് എങ്ങനെ നമുക്ക് കടക്കാം, അല്ലെങ്കിൽ ഹൗ ടു റീച്ച് ദിസ് ഇഷ്യൂ, എങ്ങനെ നമുക്ക് ഈ ഒരു ഇഷ്യൂയിലേക്ക് എത്തിപ്പെടാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ സ്റ്റെപ്പ് ടു റീപ്രൊഡ്യൂസ് ആണ് കൊടുക്കേണ്ടത്, അല്ലെങ്കിൽ സ്റ്റെപ്സ്. ഓക്കെ, സോ ബോൾഡാക്കുക സ്റ്റെപ്സ് ടു റീപ്രൊഡ്യൂസ്. ഈ ഇഷ്യൂനെ നമുക്ക് വീണ്ടും റീപ്രൊഡ്യൂസ് ചെയ്യാനുള്ള സ്റ്റെപ്സാണ് നമ്മളിവിടെ മെൻഷൻ ചെയ്യേണ്ടത്. അത് വേണമെങ്കിൽ നമുക്ക് നമ്പേർഡ് ലിസ്റ്റായിട്ട് കൊടുക്കാം. സോ ഫസ്റ്റ് പോയിൻ്റ് എന്ന് പറയുന്നത് ലോഞ്ച് ദ URL. നോർമലി നിങ്ങൾക്ക് ലോഞ്ച് ദ URL എന്ന് കൊടുക്കാം, അല്ലെങ്കിൽ ലോഞ്ച് ദി സ്വാഗ് ലാബ്സ് വെബ്സൈറ്റ് എന്ന് കൊടുക്കാം. ഇനി അതും അല്ലെങ്കിൽ എപ്പോഴും ബെറ്റർ നമ്മളുടെ ആ ഒരു URL ഡയറക്റ്റ് നമുക്കിവിടെ പേസ്റ്റ് ചെയ്യുന്നതായിരിക്കും.
ഓക്കെ, അപ്പോൾ കറക്റ്റായിട്ട് അവർക്ക് നാവിഗേറ്റ് ചെയ്ത് എത്തിപ്പെടാനായിട്ട് സാധിക്കും. അപ്പോൾ അതിന് ശേഷം നമ്മൾ URL ലോഞ്ച് ചെയ്തു. അപ്പോൾ sourcedemo.com വരെ നിങ്ങൾ ലോഞ്ച് ചെയ്താൽ മതി. ബാക്കി നമ്മൾ കംപ്ലീറ്റ് സ്റ്റെപ്പായിട്ട് എഴുതണം. sourcedemo.com നിങ്ങൾ ലോഞ്ച് ചെയ്തതിന് ശേഷം എന്താണ് ചെയ്യേണ്ടത്? ലോഗിൻ വിത്ത് വാലിഡ് വാലിഡ് ക്രെഡൻഷ്യൽസ് യൂസ് ചെയ്തിട്ട് നമുക്ക് ലോഗിൻ ചെയ്യുക. ഇനി നെക്സ്റ്റ് പോയിന്റ് എന്ന് പറയുന്നത് എന്താണ്? സെലക്ട് എനി പ്രോഡക്റ്റ്, ആഡ് ദ പ്രോഡക്റ്റ് ടു ദി കാർട്ട്. ഓക്കെ, കാർട്ടിലേക്ക് നമ്മൾ പ്രോഡക്റ്റിനെ ആഡ് ചെയ്യുന്നു. ഒബ്സർവ് ദ റിമൂവ് ബട്ടൺ. റിമൂവ് ബട്ടൺ ഒന്ന് ബോൾഡാക്കി കൊടുക്കുക. റിമൂവ് ബട്ടൺ ഒബ്സർവ് ചെയ്യുക. എവിടെയാണ് നമുക്ക് ആ റിമൂവ് ബട്ടൺ ഉള്ളത്? ഓൺ ദ പ്രോഡക്റ്റ് ടൈൽ എന്ന് എഴുതാം. ഓക്കെ, പ്രോഡക്റ്റ് ടൈലിലുള്ള ആ ഒരു റിമൂവ് ബട്ടനെ ഒബ്സർവ് ചെയ്യുക. ക്ലിക്ക് ഓൺ ദി റിമൂവ് ബട്ടൺ. റിമൂവ് ബട്ടനെ നമ്മൾ ക്ലിക്ക് ചെയ്തു. അപ്പോൾ എന്താണ്? സ്റ്റെപ്പ് 2 റീപ്രൊഡ്യൂസിൽ കൂടി ഒന്നുകൂടെ ഒന്ന് നാവിഗേറ്റ് ചെയ്ത് പോയേ. ആദ്യമേ നമ്മൾ URL ലോഞ്ച് ചെയ്തു. അതിനുശേഷം നമ്മൾ ആ ഒരു വാലിഡ് ക്രെഡൻഷ്യൽ യൂസ് ചെയ്തിട്ട് ലോഗിൻ ചെയ്തു. അതിനുശേഷം നമ്മൾ പ്രോഡക്റ്റ് സെലക്ട് ചെയ്തു. ആ പ്രോഡക്റ്റിനെ കാർട്ടിലേക്ക് ആഡ് ചെയ്യുന്നു. അതിനുശേഷം നമുക്കവിടെ ആ ഒരു പ്രോഡക്റ്റ് ടൈലിൽ എന്ത് നിങ്ങൾ കണ്ടു? നമുക്ക് അത്രയും നേരം നമുക്ക് ആഡ് ടു കാർട്ട് ആയിരുന്നു ഉള്ളത്. ആഡ് ടു കാർട്ട് ബട്ടണിലേക്ക് ക്ലിക്ക് ചെയ്തതിന് ശേഷം അത് റിമൂവ് ബട്ടണായിട്ട് റീപ്ലേസ് ആയിട്ടുണ്ട് അല്ലേ? അപ്പോൾ ആ ഒരു റിമൂവ് ബട്ടനെ നമ്മൾ ഒബ്സർവ് ചെയ്തതിന് ശേഷം റിമൂവ് ബട്ടണിൽ ക്ലിക്ക് ചെയ്യുന്നു. അപ്പം നമുക്ക് എന്താണ് സംഭവിക്കുന്നത്? റിമൂവ് ബട്ടൺ ആ ഒരു കറക്റ്റ് ഇഷ്യൂ നമുക്ക് റീപ്രൊഡ്യൂസ് ചെയ്യാനായിട്ട് പറ്റും. ഇത് എല്ലാ ക്രെഡൻഷ്യൽസിനും വരില്ല. ഓക്കെ, ഇവിടെ ഞാൻ ലോഗൗട്ട് ചെയ്യാണ്. ലോഗൗട്ട് ചെയ്തിട്ട് എൻ്റെ പോസിറ്റീവ് ടെസ്റ്റ് കേസ് ഞാനിവിടെ പോസിറ്റീവ് യൂസർ സ്റ്റാൻഡേർഡ് യൂസർ സെലക്ട് ചെയ്യുന്നു. ദെൻ ക്ലോസ്. ഓക്കെ, കണ്ടോ? അതായത് എൻ്റെ ഈ സ്റ്റാൻഡേർഡ് യൂസർ എന്ന് പറയുന്ന ഡേറ്റ അല്ലെങ്കിൽ ആ ഒരു ക്രെഡൻഷ്യലിന് ഇത് കറക്റ്റായിട്ട് വർക്ക് ആവുന്നുണ്ട്. അപ്പോൾ എറർ യൂസർ എന്ന് പറയുന്ന ഒരു ക്രെഡൻഷ്യലിന് ഇത് രജിസ്റ്റേർഡ് ആയതുകൊണ്ടാണ് നമുക്ക് ലോഗിൻ ആയത് അല്ലേ? അല്ലെങ്കിൽ നമുക്ക് അവിടെ ലോഗിൻ ആവില്ല. അപ്പോൾ അങ്ങനെയുള്ള എറർ യൂസർ എന്ന് പറയുന്ന ഈ ഒരു പെർട്ടിക്കുലർ യൂസറിനാണ് ഇങ്ങനൊരു ഇഷ്യൂ നമുക്ക് ഫേസ് ചെയ്യുന്നത്. അപ്പോൾ എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് ടെസ്റ്റ് ഡേറ്റയും കൂടി ഈ ഒരു കേസിൽ കൊടുക്കണം. കാര്യം ഈ ഒരു ക്രെഡൻഷ്യലിന് മാത്രമേ എനിക്ക് അങ്ങനെ ആ ഒരു ഇഷ്യൂ ഫേസ് ചെയ്യുന്നുള്ളൂ. അപ്പോൾ ടെസ്റ്റ് ഡേറ്റ എന്ന് പറഞ്ഞിട്ട് യൂസർ നെയിം, നമ്മൾ യൂസ് ചെയ്തിരിക്കുന്ന യൂസർ നെയിം കൊടുക്കുക. സോ യൂസർ നെയിം എന്നുള്ളത് എറർ യൂസറാണ്, അത് കറക്റ്റായിട്ട് കൊടുക്കുക. ഓക്കെ, നിങ്ങൾ ഏത് യൂസർ നെയിം ആണോ യൂസ് ചെയ്തിരിക്കുന്നത് അത് കറക്റ്റായിട്ട് തന്നെ കൊടുക്കുക. യൂസർ നെയിം കോപ്പി ചെയ്യുക. സോ error_user. Then password, secret, source. ഓക്കെ, അപ്പോൾ ടെസ്റ്റ് ഡേറ്റ കറക്റ്റായിട്ട് നമ്മൾ കൊടുത്തിരിക്കുകയാണ്. ഇനി നമുക്ക് ഡിസ്ക്രിപ്ഷൻ കൊടുത്തു, സ്റ്റെപ്പ് 2 റീപ്രൊഡ്യൂസ് കൊടുത്തു, ടെസ്റ്റ് ഡേറ്റ കൊടുത്തു. അടുത്തത് എക്സ്പെക്റ്റഡ് റിസൾട്ട്. എന്താണ് നിങ്ങളുടെ എക്സ്പെക്റ്റഡ് റിസൾട്ട്? നമുക്ക് ഇവിടെ എക്സ്പെക്റ്റ് ചെയ്യുന്ന റിസൾട്ട് എന്താണ്? ഓൺ ക്ലിക്കിംഗ് റിമൂവ് ബട്ടൺ product should be removed or deleted from the cart, and remove button on the product tile should be
റീപ്ലേസ്ഡ് വിത്ത് ആഡ് ടു കാർട്ട് ബട്ടൺ. അപ്പം നമുക്കിവിടെ 2 എക്സ്പെക്റ്റേഷനാണുള്ളത്. എന്താണ്? ഒന്നാമത്തെ കാര്യം, റിമൂവ് ബട്ടണിൽ ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്കും നമ്മളുടെ കാർട്ടിൽ നിന്ന് ആഡ് ചെയ്തിരിക്കുന്ന പ്രോഡക്റ്റിനെ റിമൂവ് ആകണം അല്ലേ? ആ ഒരു പെർട്ടിക്കുലർ പ്രോഡക്റ്റ് നമ്മുടെ ആഡ് ടു കാർട്ട് ലിസ്റ്റിൽ നിന്ന് അല്ലെങ്കിൽ ആ ഒരു കാർട്ട് ലിസ്റ്റിൽ നിന്ന് റിമൂവ് ആകണം. അതാണ് ഒന്നാമത്തെ എക്സ്പെക്റ്റേഷൻ. ഈ രണ്ടാമത്തെ എക്സ്പെക്റ്റഡ് റിസൾട്ട് എന്താണ്? അതേപോലെ തന്നെ നമ്മൾ റിമൂവ് ബട്ടണിൽ ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്കും റിമൂവ് ബട്ടൺ അവിടെ ആഡ് ടു കാർട്ട് ബട്ടണായിട്ട് റീപ്ലേസ് ചെയ്യണം. ഓക്കെ, ആഡ് ടു കാർട്ട് ബട്ടൺ ആയിരിക്കണം അവിടെ വരേണ്ടത്. റിമൂവ് എന്നുള്ള ഒരു ബട്ടൺ നമ്മൾ പ്രോഡക്റ്റിൽ ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്കും വരുന്നുണ്ട്, ആ കാർട്ടിലേക്ക് ആഡ് ചെയ്യുന്ന സമയത്ത് റിമൂവ് ആകുന്നുണ്ട്. അപ്പം വീണ്ടും അതിൽ ഒന്നുകൂടി ക്ലിക്ക് ചെയ്യുമ്പം പ്രോഡക്റ്റിനെ നമ്മളുടെ തിരിച്ച് കാർട്ടിൽ നിന്ന് ഡിലീറ്റും ആകണം, ആസ് വെൽ ആസ് നമ്മളുടെ ആഡ് ടു കാർട്ട് ബട്ടനെ അവിടെ റീപ്ലേസ് ചെയ്യുകയും ചെയ്യണം. ഈ 2 റിസൾട്ടാണ് ഈ ഒരു സിംഗിൾ പോയിന്റിൽ നിന്ന്, ടെസ്റ്റ് കേസിൽ നിന്ന് നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്നത്. ഇനിയും ഈ ഒരു ടെസ്റ്റ് കേസിൻ്റെ കറസ്പോണ്ടിങ് ആക്ച്വൽ റിസൾട്ട് എന്താണ്? സോ ആക്ച്വൽ റിസൾട്ട് എന്ന് പറഞ്ഞാൽ എന്താണ്? വാട്ട് യു ആർ ഒബ്സർവിങ് ഓൺ ദ പ്രോഡക്റ്റ്. ഇതിൽ നിന്ന് നമ്മൾ കാണുന്ന അല്ലെങ്കിൽ ആക്ച്വൽ റിസൾട്ട് എന്ന് പറയുന്നത്, നമ്മൾക്ക് ആ റിമൂവ് ബട്ടണിൽ ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്കും പ്രോഡക്റ്റ് റിമൂവ് ആകുന്നുമില്ല, അതേപോലെ തന്നെ ആ ഒരു ബട്ടനെ ക്ലിക്കബിൾ അല്ല. അതാണ് ആക്ച്വലി നടക്കുന്നത്. ബട്ടൺ ക്ലിക്കബിൾ ആണെങ്കിൽ ബാക്കിയുള്ള പ്രോസസ്സ് ഓട്ടോമാറ്റിക്കലി അവിടെ നടക്കും. ബട്ടൺ ക്ലിക്കബിൾ ആണെങ്കിൽ പ്രോഡക്റ്റ് റിമൂവ് ആകുകയും അതേപോലെ തന്നെ ആഡ് ടു കാർട്ട് ബട്ടണുമായിട്ട് റീപ്ലേസ് ചെയ്യുകയും ചെയ്യും. അപ്പോൾ നമുക്ക് എന്താണ് ഇവിടെ എഴുതാൻ പറ്റുന്നത്? റിമൂവ് ബട്ടൺ is not clickable. Okay, remove button is not clickable. അവിടെ remove button clickable അല്ല. അതാണ് ആക്ച്വൽ റിസൾട്ട്. ക്ലിക്കബിൾ ആയിക്കഴിഞ്ഞാൽ ബാക്കി 2 എക്സ്പെക്റ്റേഷനും അവിടെ സാറ്റിസ്ഫൈ ആകും. ഇനി നമുക്ക് ചെയ്യേണ്ട അടുത്തൊരു ഇമ്പോർട്ടൻറ്റ് കാര്യം വിഷ്വൽ പ്രൂഫ് അറ്റാച്ച് ചെയ്യുക എന്നുള്ളതാണ്. സോ ഏതൊരു ബഗ് നിങ്ങൾ ക്രിയേറ്റ് ചെയ്യുമ്പോഴും നിങ്ങൾക്ക് വിഷ്വൽ പ്രൂഫ് അവിടെ മസ്റ്റായിട്ടും കൊടുക്കുക. ഇനിയും ഈ ഒരു ബഗിനെ നിങ്ങൾ റിപ്പോർട്ട് ചെയ്തതിന് ശേഷം പിന്നീട് റീടെസ്റ്റിങ്ങിന് വരുന്ന ടൈമിലാണെങ്കിലും ആ റീടെസ്റ്റ് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് അവിടെ റീഓപ്പൺ ആവുകയോ അല്ലെങ്കിൽ ആ ഒരു ബഗ് ക്ലോസ് ആവുകയോ ചെയ്യും. 2 സ്റ്റേറ്റസ് ആണ് നമുക്കവിടെ നടക്കാൻ സാധ്യതയുള്ളത്. അപ്പോൾ റീഓപ്പൺ ആയിക്കഴിഞ്ഞാൽ കറസ്പോണ്ടിങ് വിഷ്വൽ പ്രൂഫ് നിങ്ങൾ ആ കമൻസിനോടൊപ്പം ആഡ് ചെയ്യുക. അതേപോലെ ക്ലോസ് ആയിക്കഴിഞ്ഞാൽ അതിൻ്റെ വിഷ്വൽ പ്രൂഫ്, അതായത് ഫിക്സ് ആയി എന്നുള്ളതിൻ്റെ ഒരു എവിഡൻസ് നമുക്കവിടെ അറ്റാച്ച് ചെയ്യാം. ഓക്കെ, ഇനിയും അതേപോലെ നിങ്ങൾക്ക് കൊടുക്കാൻ പറ്റുന്ന മറ്റൊരു കാര്യമാണ് എൻവയോൺമെൻറ്റ്. സോ ഏത് എൻവയോൺമെൻറ്റിലാണ് നമുക്കിത് നടക്കുന്നത് എന്നുള്ളതാണ്. എൻവയോൺമെൻറ്റ് എന്ന് ഉദ്ദേശിക്കുന്നത് പ്രൊഡക്ഷനിലാണോ അതോ സ്റ്റേജിങ് എൻവയോൺമെൻറ്റിലാണോ ഡെവലപ്മെൻറ്റ് എൻവയോൺമെൻറ്റിലാണോ? നിങ്ങൾ ആസ് എ QA നിങ്ങൾ ഏത് എൻവയോൺമെൻറ്റിലാണ് ടെസ്റ്റ് ചെയ്യുന്നതെന്ന് വെച്ചാൽ ആ ഒരു എൻവയോൺമെൻറ്റ് അവിടെ സ്പെസിഫൈ ചെയ്യുക. ഞാനിപ്പോൾ സ്റ്റേജിങ്ങിലാണ് ടെസ്റ്റ് ചെയ്യുന്നതെങ്കിൽ നമുക്ക് സ്റ്റേജിങ് എന്ന് കൊടുക്കുക. സ്റ്റേജിങ് എന്ന് പറയുന്നത് QA ടെസ്റ്റ് ചെയ്യുന്ന ടെസ്റ്റ് എൻവയോൺമെൻ്റ് ആണ്. ഓക്കെ, അതിന് പല പേരും QA1 QA2 എന്നുള്ള പേരുകളും ഒക്കെ കൊടുക്കും. സോ നിങ്ങൾക്ക് നിങ്ങളുടെ ഓർഗനൈസേഷൻ നിങ്ങൾക്ക് QAസിനെ ടെസ്റ്റ് ചെയ്യാനായിട്ട് ഏത് എൻവയോൺമെൻ്റ് ആണോ പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത് ആ എൻവയോൺമെൻറ്റ് അവിടെ സ്പെസിഫൈ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇത്രയും ഡീറ്റെയിൽസാണ് നമുക്ക് മെയിനായിട്ട് ഡിസ്ക്രിപ്ഷൻ ആയിട്ട് വേണ്ടത്. ഓക്കെ, ഇനി അസൈനി എന്ന് പറഞ്ഞിട്ട് നിങ്ങളുടെ ഡെവലപ്പേഴ്സിൻ്റെ പേര് നിങ്ങൾക്ക് അവിടെ മെൻഷൻ ചെയ്യാവുന്നതാണ്. ഓക്കെ, ഞാനപ്പോൾ എൻ്റെ ഡെവലപ്പറിൻ്റെ പേര് ഇവിടെ മെൻഷൻ ചെയ്യുന്നു. സോ അതിനുശേഷം ദെൻ ലേബൽസ് എന്ന് പറയുന്നത് നിങ്ങളുടെ സോഷ്യൽ മീഡിയ ആപ്സിലൊക്കെ നിങ്ങൾ ടാഗ് യൂസ് ചെയ്തിട്ടുണ്ടായിരിക്കും. ഇൻസ്റ്റഗ്രാമിലും ആസ് വെൽ ആസ് ഫേസ്ബുക്കിലും ഒക്കെ നിങ്ങൾ ടാഗ് യൂസ് ചെയ്തിട്ടുണ്ടായിരിക്കും. അപ്പോൾ എന്താണ് ആ ഒരു ടാഗിൻ്റെ യൂസ് എന്താണ്? നമ്മൾ ആ ഒരു ടാഗ് വെച്ചിട്ട് പിന്നീട് സെർച്ച് ചെയ്യുന്ന സമയത്ത് കറസ്പോണ്ടിങ് ടാഗ് മെൻഷൻ ചെയ്തിട്ടുള്ള എല്ലാ പോസ്റ്റുകളും നിങ്ങൾക്ക് അവിടെ വിസിബിൾ ആവും അല്ലേ? അതേ കാര്യം തന്നെയാണ്. പക്ഷേ ഇവിടെ പോസ്റ്റുകൾക്ക് പകരമായിട്ട് നമുക്ക് ഈ ഒരു കേസിൽ ഇവിടെ നമുക്ക് മെൻഷൻ ചെയ്യുന്നത് എന്താണ്? നമ്മളുടെ ബഗ്ഗുകളാണ്. അപ്പോൾ നമുക്ക് ടാഗ് യൂസ് ചെയ്യാം. ടാഗ് യൂസ് ചെയ്യുമ്പം എന്തെല്ലാം ടാഗായിരിക്കും യൂസ് ചെയ്യുന്നത്? സോ ഇത് ക്രോം സ്പെസിഫിക് ആണെങ്കിൽ നിങ്ങൾക്ക് ക്രോം എന്നുള്ള ഒരു ടാഗ് യൂസ് ചെയ്യാം. ക്രിയേറ്റ് ന്യൂ ലേബൽ. ഓക്കെ, ദെൻ പ്രോഡക്റ്റ് പേജ് ബേസ്ഡ് ആണെങ്കിൽ
അത് ഒരു ലേബിളായിട്ട് യൂസ് ചെയ്യാം. സോ നിങ്ങൾക്ക് ഇവിടെ എന്തെല്ലാം ടാഗാണോ യൂസ് ചെയ്യുന്നത് അല്ലെങ്കിൽ എന്തെല്ലാം ലേബിൾസ് ആണോ യൂസ് ചെയ്യാൻ പറ്റുന്നത് അതെല്ലാം നിങ്ങൾക്ക് ഇവിടെ യൂസ് ചെയ്യാം. ഇനി സിവിയറിറ്റി എന്ന് പറയുന്നത് എന്താണ്? ഒരു ഇഷ്യൂവിൻ്റെ ഡെപ്ത് അല്ലെങ്കിൽ ഇമ്പാക്റ്റ് ഓഫ് ദാറ്റ് ഇഷ്യൂ ഓൺ ദാറ്റ് സോഫ്റ്റ്വെയർ. നമ്മളുടെ ആപ്ലിക്കേഷനിൽ ഈ ഒരു പെർട്ടിക്കുലർ ബഗ് എന്തുമാത്രം അഫക്റ്റ് ചെയ്യുന്നുണ്ട് അല്ലെങ്കിൽ എന്തുമാത്രം ഇമ്പാക്റ്റ് കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ അത് നോക്കണമെങ്കിൽ ഈ ഒരു പെർട്ടിക്കുലർ യൂസറായിട്ട് നമ്മൾ ബിഹേവ് ചെയ്യുക. ഓക്കെ, നമ്മളാണ് ഈ എറർ യൂസർ. നമ്മളുടെ ആപ്ലിക്കേഷനിൽ നമ്മളുടെ ക്രെഡൻഷ്യൽ യൂസ് ചെയ്തിട്ട് ലോഗിൻ ചെയ്തതിന് ശേഷം നമുക്ക് ഒരു പ്രോഡക്റ്റ് കാർട്ടിലേക്ക് മൂവ് ചെയ്യാൻ പറ്റി. ഓക്കെ, പക്ഷേ പ്രോഡക്റ്റ് പേജിൽ നിന്ന് എനിക്കതിനെ മൂവ് ചെയ്യാൻ പറ്റുന്നില്ല. അപ്പോൾ ആ ഒരു കാർട്ടിലേക്ക് മൂവ് ചെയ്തിരിക്കുന്ന ഈ ഒരു പ്രോഡക്റ്റിനെ എനിക്ക് വേണ്ട. അപ്പോൾ ആ ഒരു സ്റ്റേറ്റാണ് ഇപ്പോൾ നിൽക്കുന്നത് അല്ലേ, വേണ്ട. പക്ഷേ എനിക്കതിനെ ബൈ ചെയ്തേ പറ്റുള്ളൂ. കാർട്ടിൽ കിടക്കുന്നത് കൊണ്ട് എനിക്കതിനെ ബൈ ചെയ്തേ പറ്റുള്ളൂ. പക്ഷേ എനിക്കതിനെ റിമൂവ് ചെയ്യാൻ പറ്റുന്നില്ല ഫ്രം പ്രോഡക്ട്സ് പേജ് ഒള്ളി. അതാണ് അവിടെ മനസ്സിലാക്കേണ്ട ഒരു പോയിന്റ്. പ്രോഡക്റ്റ് പേജിൽ നിന്ന് മാത്രമാണ് എനിക്ക് ആ ഒരു പ്രൊഡക്റ്റിനെ റിമൂവ് ചെയ്യാൻ പറ്റാത്തത്. പക്ഷേ എനിക്ക് കാർട്ടിലേക്ക് നാവിഗേറ്റ് ചെയ്തതിന് ശേഷം അവിടുന്ന് ഈസി ആയിട്ട് റിമൂവ് ചെയ്യാം. നമുക്കൊന്ന് ജസ്റ്റ് നോക്കാം. ഞാൻ ആ എറർ യൂസറിനെ ഇവിടെ ഒന്നുകൂടി ലോഗിൻ ചെയ്യാണ്. ഓക്കെ, ഇതിപ്പം ഓൾറെഡി കാർട്ടിലേക്ക് കിടക്കുകയാണ്, ഇതിവിടുന്ന് പോകുന്നില്ല. പക്ഷേ ഇപ്പോൾ എനിക്ക് ഈ ഒരു പ്രോഡക്റ്റ് വേണ്ട, ഈ ഒരു ബാക്ക് പാക്ക് എന്ന് പറയുന്ന ഒരു പ്രോഡക്റ്റ് എനിക്ക് ആവശ്യമില്ല. അപ്പോൾ ചെക്കൗട്ട് മാത്രമാണ് എനിക്ക് ഇനിയുള്ള ഒരു ഓപ്ഷൻ അല്ലേ. പക്ഷേ എനിക്ക് ഈ ഒരു ബാക്ക് പാക്കിനെ നമ്മളുടെ കാർട്ടിൽ വന്നതിന് ശേഷം റിമൂവ് ചെയ്യാം. അപ്പോൾ നമ്മുടെ സോഫ്റ്റ്വെയറിനെ അത്ര അധികം അങ്ങോട്ട് ഇമ്പാക്റ്റ് ആവുന്നില്ലത് അല്ലേ. എനിവേസ് യൂസറിന് നമുക്ക് ഈ ഒരു പ്രോഡക്റ്റിനെ വേണ്ടാന്നുണ്ടെങ്കിൽ റിമൂവ് ചെയ്യാൻ പറ്റും. പക്ഷേ ഡയറക്റ്റ് പ്രോഡക്റ്റ് പേജിൽ നിന്ന് പറ്റില്ല എന്നേ ഉള്ളൂ അല്ലേ. അപ്പം നമുക്ക് ഹൈ സിവിയറിറ്റി അല്ലെങ്കിൽ ക്രിട്ടിക്കൽ സിവിയറിറ്റി ആണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. ക്രിട്ടിക്കൽ എന്ന് പറയുമ്പം നമ്മുടെ ആപ്ലിക്കേഷൻ ഒരു ക്രാഷ് ഉണ്ടാവുക, ഒരു ഹാങ് ഉണ്ടാവുക, അങ്ങനെ ഒട്ടും യൂസ് ചെയ്യാൻ പറ്റാത്ത ബ്ലോക്കർ ആവുന്ന കേസിലാണ് നമ്മൾ ക്രിട്ടിക്കൽ സിവിയറിറ്റി കൊടുക്കുന്നത്. അപ്പോൾ നമുക്ക് മേജർ ആണോ, ഇനി മേജർ ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു ഹൈ മേജർ, ഓക്കെ, റിമൂവ് ചെയ്യാൻ പറ്റാത്തതൊരു ഫങ്ഷണാലിറ്റി ഇഷ്യൂ ആണ്. അപ്പോൾ നമുക്കതിനെ മേജറായിട്ട് കൊടുക്കാം. ബട്ട് എനിവേസ് നമുക്കതിനെ മറ്റേ കാർട്ടിൽ നിന്ന് റിമൂവ് ചെയ്യാനും പറ്റുന്നുണ്ട് അല്ലേ. അപ്പോൾ നമുക്ക് മേജർ ആണോ എന്നുള്ളത് ഒരു ഹോൾഡ് ചെയ്തൊന്ന് വെച്ചേക്കാം. ഇനി അടുത്ത ഒരു സിവിയറിറ്റി സ്റ്റേറ്റസ് എന്ന് പറയുന്നത് മൈനറാണ്. മൈനർ അല്ല ഈ ഇഷ്യൂ എന്തായാലും. കാര്യം അത്രയും ലോ പ്രയോറിറ്റി അല്ല. യൂസറിന് ആ ഒരു പ്രോഡക്റ്റ് പേജിൽ നിന്ന് ഒരു ഫങ്ഷണാലിറ്റി ഇഷ്യൂ തന്നെയാണ് ഇവിടെ വന്നേക്കുന്നത്. ഫങ്ഷണാലിറ്റി ഇഷ്യൂസ് പ്രോഡക്റ്റ് പേജിൽ നിന്ന് റിമൂവ് ചെയ്യാൻ പറ്റുന്നില്ല. അപ്പോൾ അത് ഫസ്റ്റ് ഇംപ്രഷനിൽ തന്നെ യൂസർ എപ്പോഴും റിമൂവ് ചെയ്യാൻ ഒബ്വിയസ്ലി നമുക്ക് ആ ഒരു പ്രൊഡക്റ്റ് പേജിൽ നിന്ന് തന്നെ ആയിരിക്കും ട്രൈ ചെയ്യുന്നത് അല്ലേ. കാർട്ട് പേജിലേക്ക് പോയതിന് ശേഷം അവിടുന്ന് റിമൂവ് ചെയ്യാനായിട്ട് അത്രയും തിങ്ക് ചെയ്യുന്നതിനെക്കാട്ടിലും എപ്പോഴും യൂസേഴ്സിന് ഹാൻഡി ആയിട്ട് ആപ്ലിക്കേഷൻ യൂസ് ചെയ്യാനായിരിക്കും എപ്പോഴും അവർ വില്ലിങ് ആയിട്ടുള്ളത്. അപ്പോൾ പ്രോഡക്റ്റ് പേജിൽ ഇങ്ങനെ ഒരു റിമൂവ് ബട്ടൺ വർക്ക് ചെയ്യാതിരിക്കുക എന്ന് പറയുന്നത് നമുക്കങ്ങനെ മൈനറായിട്ട് തള്ളിക്കളയാൻ പറ്റില്ല അല്ലേ. കോസ്മെറ്റിക് അല്ല. കോസ്മെറ്റിക് എന്ന് പറയുമ്പോൾ UI റിലേറ്റഡ് ഇഷ്യൂസാണ് വരുന്നത്. ഒരു സ്പെല്ലിംഗ് എറർ വരിക, അല്ലെങ്കിൽ കളറിന് എന്തെങ്കിലും വേക്ക്നെസ് വരിക, ഇമേജ് ബ്ലറായിട്ട് വരിക, അങ്ങനെയുള്ള ഇഷ്യൂസ് എല്ലാമാണ് കോസ്മെറ്റിക്കിനകത്തിൽ വരുന്നത്. അപ്പം നമുക്കിവിടെ മേജർ തന്നെ സിവിയറിറ്റി സെറ്റ് ചെയ്യാം. ഇനി പ്രയോറിറ്റി വരുമ്പോഴത്തേക്കും ഹൈ പ്രയോറിറ്റിയും മീഡിയം പ്രയോറിറ്റിയും ലോ പ്രയോറിറ്റിയാണ് 3 സ്റ്റേറ്റസ് ഉള്ളത് പ്രയോറിറ്റിക്ക് അല്ലേ. അപ്പം ഹൈ ആണോ, ഹൈ എന്ന് പറയുമ്പം അർജൻസിയാണ് പ്രയോറിറ്റി ഡിനോട്ട് ചെയ്യുന്നത്. അർജൻസി ടു റിസോൾവ് ദ പെർട്ടിക്കുലർ ഇഷ്യൂ. നമുക്ക് വളരെ വേഗത്തിൽ തന്നെ റിസോൾവ് ചെയ്യേണ്ട ഒരു ഇഷ്യൂ ആണോ. ഇപ്പോൾ ഒരു മേജർ ക്രാഷ് വന്നു, അത് നമുക്ക് പെട്ടെന്ന് ചെയ്യേണ്ടതാണ്. അല്ലെങ്കിൽ ഒരു ലോഗിൻ ചെയ്യാനായിട്ട് പറ്റുന്നില്ല യൂസറിന്, അവിടെ ഒരു ബ്ലോക്കറാണ് വന്നേക്കുന്നത്. അപ്പോൾ അത് ഒരു ഹൈ പ്രയോറിറ്റി ഇഷ്യൂ ആണ്. പക്ഷേ ഇവിടെ ആൾക്ക് നമ്മളുടെ ഫസ്റ്റ് പേജിൽ നിന്ന് അല്ലെങ്കിൽ പ്രോഡക്റ്റ് പേജിൽ നിന്ന് ഈ ഒരു പ്രോഡക്റ്റിനെ റിമൂവ് ചെയ്യാൻ പറ്റുന്നില്ല എന്നേ ഉള്ളൂ. ബട്ട് നമുക്ക് കാർട്ടിൽ പോയിട്ട് എനിവേസ് റിമൂവ് ചെയ്യാൻ പറ്റും. അപ്പോൾ നമുക്കത് ഹൈ പ്രയോറിറ്റി ആയിട്ട് സെറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. എനിവേസ് ദ പ്രോഡക്റ്റ് ഇസ് വർക്കിംഗ് അല്ലേ, പ്രോഡക്റ്റ് വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്ക് മീഡിയം പ്രയോറിറ്റി ആയിട്ട് നമുക്കതിനെ സെറ്റ് ചെയ്യാം. കാര്യം ഇത് എമർജൻസി അല്ല, പ്രോഡക്റ്റ് ഈ ഒരു ഫങ്ഷണാലിറ്റി വർക്കിംഗ് ആണ്.
പക്ഷേ നമ്മുടെ പ്രോഡക്റ്റ് പേജിൽ നിന്ന് വർക്ക് ചെയ്യാനായിട്ട് ആ ഒരു ബട്ടൺ വർക്ക് ചെയ്യാത്തത് കൊണ്ട് നമ്മളുടെ എക്സ്പെക്റ്റേഷൻ അനുസരിച്ച് അത് ബിഹേവ് ചെയ്യുന്നില്ല എന്നേ ഉള്ളൂ. ബട്ട് കാർട്ടിൽ നിന്നും നമുക്കതിനെ ഈ ഒരു സെയിം ഫങ്ഷനാലിറ്റി അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്താണോ വേണ്ടത് പ്രോഡക്റ്റിനെ റിമൂവ് ചെയ്യുക എന്നുള്ള ആ ഒരു സിനറിയോ നമുക്ക് കാർട്ട് ഫങ്ഷനാലിറ്റിയിൽ നിന്ന് നമുക്ക് അല്ലെങ്കിൽ കാർട്ട് ഫീച്ചറിൽ നിന്ന് നിങ്ങൾക്ക് ചെയ്യാനായിട്ട് സാധിക്കുന്നുണ്ട് അല്ലേ. അല്ലാതെ യൂസറിന് അവിടെ ഒരു മണി ലോസ് ഉണ്ടാവില്ല, യൂസറിന് ആ ഒരു ബൈ ചെയ്തേ പറ്റൂ എന്നുള്ളൊരു കൺസ്ട്രെയിൻ അവിടെ ഇല്ല. അപ്പോൾ നമുക്ക് കാർട്ടിൽ പോയതിന് ശേഷം നമുക്ക് ആ പ്രോഡക്റ്റ് ബൈ ചെയ്യാനായിട്ട് വില്ലിങ് അല്ല, നമുക്ക് ആക്സിഡൻ്റലി കാർട്ടിലേക്ക് പോയൊരു പ്രോഡക്റ്റാണ്, നമുക്കതിനെ റിമൂവ് ചെയ്യേണ്ട എന്നുള്ളതാണെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും, കാർട്ടിൽ നിന്ന് അതിനെ റിമൂവ് ചെയ്യാനായിട്ട് സാധിക്കും. ഓക്കെ, ഫൈനൽ ചെക്കൗട്ടിന് മുമ്പ് നിങ്ങൾക്ക് പ്രോഡക്റ്റിനെ റിമൂവ് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. ലോ പ്രയോറിറ്റി എന്തായാലും അല്ല. ലോ പ്രയോറിറ്റി എന്ന് പറയുമ്പം നമുക്ക് എനിവേസ് ഇതൊരു നമ്മളുടെ പ്രോഡക്റ്റ് പേജ് എന്ന് പറയുന്നത് ഇമ്പോർട്ടൻ്റ് ആയിട്ട് ലോഗിൻ ചെയ്തിട്ട് യൂസർ വരുന്ന ഒരു മെയിൻ പേജാണ് പ്രോഡക്റ്റ് പേജ്. അവിടെയുള്ള ഒരു ഇഷ്യൂവിനെ നമുക്ക് എത്രയും പെട്ടെന്ന് തന്നെ റിസോൾവ് ചെയ്യേണ്ട ആവശ്യമുണ്ട് അല്ലേ. അപ്പം നമുക്ക് പക്ഷേ എമർജൻസി അല്ല, അതുകൊണ്ട് നമുക്ക് മീഡിയം പ്രയോറിറ്റി സെറ്റ് ചെയ്യാം. ഇനി പേരൻ്റ് എന്ന് പറയുന്ന ഒരു ഫീൽഡാണ് നമുക്കുള്ളത്. പേരൻ്റ് എന്ന് പറയുമ്പോൾ ഈ ഒരു ഇഷ്യൂവിന് സബ് ആയിട്ട്, അതായത് ഏതെങ്കിലും ഒരു പെർട്ടിക്കുലർ ഇഷ്യൂവിൻ്റെ സബ് ടാസ്ക് ആയിട്ടാണ് നമ്മൾ തിങ്ക് ചെയ്യുന്നുണ്ടെങ്കിൽ, അങ്ങനെ ഒരു ഇഷ്യൂസ് ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ ഈ പ്രോഡക്റ്റ് പേജിനെ സംബന്ധിച്ചൊരു ഇഷ്യൂ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിവിടെ ആഡ് ചെയ്യാം. ദെൻ ടീം നിങ്ങൾക്ക് ആഡ് ചെയ്യണമെങ്കിൽ നമ്മളുടെ ടീം കംപ്ലീറ്റ് ആയിട്ട് എല്ലാവരെയും ഒന്ന് അവർക്ക് അസൈൻ ചെയ്യണം, ഈ ഒരു പെർട്ടിക്കുലർ ടാസ്ക് അവർക്ക് അസൈൻ ചെയ്യണമെങ്കിൽ ടീം ഇവിടെ അസൈൻ ചെയ്യാവുന്നതാണ്. ദെൻ റിപ്പോർട്ടർ, നിങ്ങളുടെ പേര് ഒബ്വിയസ്ലി അവിടെ വരും, അതായത് ഓൾറെഡി നിങ്ങൾക്ക് അക്കൗണ്ട് ഉണ്ട്, നിങ്ങളാണ് ഈ ഇഷ്യൂ റിപ്പോർട്ട് ചെയ്യുന്നത്, സോ റിപ്പോർട്ടർ എന്ന് പറയുന്ന ഫീൽഡിലേക്ക് വരും. ഇനിയുമാണ് നമുക്ക് അറ്റാച്ച്മെൻറ്റ് ആഡ് ചെയ്യേണ്ടത്. അപ്പം നമുക്ക് അവിടെ ബ്രൗസ് ഓപ്ഷൻ ഉണ്ട്. സോ അറ്റാച്ച്മെൻറ്റ് നമുക്ക് എപ്പോഴും 2 രീതിയിൽ ആഡ് ചെയ്യാം. സ്ക്രീൻ റെക്കോർഡും ചെയ്യാം, അതുപോലെ സ്ക്രീൻഷോട്ട്സും ആഡ് ചെയ്യാം. ഓക്കെ, എപ്പോഴും സ്ക്രീൻ റെക്കോർഡ് ആകുമ്പോൾ കുറച്ചും കൂടി ഒരു എവിഡൻസ് ആയിരിക്കും, അതായത് ഇഷ്യൂ എന്താണെന്ന് നമ്മളുടെ ഡെവലപ്പേഴ്സിന് മനസ്സിലാകും. അതല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സിംപ്ലി ഒരു പ്രിൻറ്റ് സ്ക്രീൻ ചെയ്തിട്ട് ജസ്റ്റ് ഒരു സ്ക്രീൻഷോട്ട് ക്രിയേറ്റ് ചെയ്യുക. ദെൻ സ്ക്രീൻഷോട്ട് ക്രിയേറ്റ് ചെയ്താൽ മാത്രം പോരാ, അതിലെന്താണ് ഇഷ്യൂ എന്നുള്ള രീതിയിൽ ഒന്ന് ഡെവലപ്പേഴ്സിന് മനസ്സിലാകുന്ന രീതിയിൽ അതിനെ ഒന്ന് ഹൈലൈറ്റ് ചെയ്യുകയും ചെയ്യാം. ഓക്കെ, ഞാനിപ്പോൾ ഈ ഒരു റിമൂവ് ബട്ടനെ ഒന്ന് ഹൈലൈറ്റ് ചെയ്യാണ്. ദെൻ നിങ്ങൾക്കൊരു ടെക്സ്റ്റ് വേണമെങ്കിൽ ആഡ് ചെയ്യാം, അതായത് ഇവിടെ ഈ ഒരു ബട്ടൺ ക്ലിക്കബിൾ അല്ല എന്നുള്ള രീതിയിൽ ടെക്സ്റ്റ് ആഡ് ചെയ്യണമെങ്കിൽ അതും ആഡ് ചെയ്യാം. ഓക്കെ, എങ്ങനെയാണോ നിങ്ങൾക്ക് ഈ ഒരു പെർട്ടിക്കുലർ ഇഷ്യൂവിനെ കൺവേ ചെയ്യാനായിട്ട് മാക്സിമം ക്ലിയർ ആയിട്ട് പറ്റുന്നത് ആ ഒരു രീതിയിൽ തന്നെ ഇതിൽ വർക്ക് ചെയ്യാം. സോ ഞാനിത് എൻ്റെ ലോക്കൽ ഡിവൈസിൽ ഒന്ന് സേവ് ചെയ്യാണ്. സോഴ്സ് ടെസ്റ്റ് എന്നുള്ളൊരു പേരിൽ PNG ഫയലായിട്ടാണ് സേവ് ചെയ്യുന്നത്. ദെൻ അറ്റാച്ച്മെൻറ്റ് ആഡ് ചെയ്യുക. യെസ്, ദിസ് ഇസ് മൈ അറ്റാച്ച്മെൻറ്റ്. സോ ആ അറ്റാച്ച്മെൻറ്റ് ഇവിടെ ആഡ് ചെയ്തതിന് ശേഷം സെലക്ട് ആയില്ല, ഓപ്പൺ ചെയ്യുക. സോ ഒന്നേ നിങ്ങൾക്ക് ഈ ഒരു മെത്തേഡിൽ ചെയ്യാം, അതല്ലാന്നുണ്ടെങ്കിൽ ഡ്രാഗ് ആൻഡ് ഡ്രോപ്പും പോസിബിൾ ആണ്. ഓക്കെ, സോ ഈ ഒരു രീതിയിൽ നിങ്ങൾക്ക് അറ്റാച്ച്മെൻറ്റിനെ അവിടെ ആഡ് ചെയ്യാനായിട്ട് സാധിക്കും. ഫൈനലി ഈ ഒരു ഇഷ്യൂ ആയിട്ട് വേറെ ഏതെങ്കിലും ബഗ്സിന് ഒരു ലിങ്ക് ഉണ്ട് അല്ലെങ്കിൽ ഒരു എന്താ പറയുന്നത് കണക്ഷൻ ഉണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു പെർട്ടിക്കുലർ ഇഷ്യൂവിനെ ഇവിടെ ഡിനോട്ട് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ ആ ഒരു റേഞ്ചിൽ വരുന്ന അല്ലെങ്കിൽ ആ ഒരു പെർട്ടിക്കുലർ പ്രൊഡക്റ്റ് പേജിൽ വരുന്ന എല്ലാ ഇഷ്യൂസിനെയും ഒരുമിച്ച് റിസോൾവ് ചെയ്യാനായിട്ട് ഡെവലപ്പേഴ്സിന് ഹെൽപ്ഫുൾ ആയിരിക്കും. ഇനി ഇതെല്ലാം നമ്മൾ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ബാക്കി ഫീൽഡ്സ് എല്ലാം നിങ്ങൾക്ക് കസ്റ്റമൈസബിൾ ആണ്. നിങ്ങളുടെ ഓർഗനൈസേഷൻ്റെ പ്രോട്ടോക്കോൾ അനുസരിച്ച് മാത്രം നിങ്ങൾക്ക് അത് ആഡ് ചെയ്താൽ മതിയാകും. ഇനിയും ഈ ഒരു ഇഷ്യൂ നമ്മളിപ്പോൾ ഇവിടെ ഒരു ഇമേജ് ആഡ് ചെയ്തു, പക്ഷേ ആ ഒരു ഇമേജ് കറക്റ്റായിട്ട് ജനറേറ്റ് ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാനായിട്ട് സാധിക്കും, ഇതിനെ റിമൂവ് ചെയ്യാനായിട്ടും സാധിക്കും. ഓക്കെ,
ഓക്കെ, സോ അത്രയും ചെയ്തതിന് ശേഷം നമ്മളുടെ ഇപ്പോൾ ഇത്രയും ഡീറ്റെയിൽസ് നമ്മളിവിടെ ആഡ് ചെയ്തു, എലോങ് വിത്ത് നമ്മൾ ഇമേജ് കൊടുത്തു. ഇമേജ് ഇവിടെ ലോഡാകാൻ കുറച്ച് ഇഷ്യൂസ് ഉണ്ട്, നെറ്റ്വർക്ക് ഇഷ്യൂ കാരണമായിരിക്കാം ഈ ഇമേജ് കറക്റ്റായിട്ട് ലോഡാവാത്തത്. നമുക്ക് ആ ഇമേജ് വേണ്ടാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഡിലീറ്റ് ചെയ്യാം, വേറൊരു ഇമേജിനെ ആഡ് ചെയ്യണമെങ്കിൽ ആഡ് ചെയ്യാം. സോ അത്രയും ഡീറ്റെയിൽസ് എല്ലാം കൊടുത്തതിന് ശേഷം ഇതിനോടൊപ്പം തന്നെ നിങ്ങൾക്ക് കണ്ടിന്യൂസ്ലി അടുത്ത ബഗ്ഗാണ് ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ക്രിയേറ്റ് അനദർ ഇഷ്യൂ എന്ന് പറയുന്ന ഈ ചെക്ക് ബോക്സ് ചെക്ക് ചെയ്യുക, ദെൻ ക്രിയേറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ദെൻ അത് ഓട്ടോമാറ്റിക്കലി നിങ്ങൾ ക്രിയേറ്റ് ചെയ്ത ഇഷ്യൂ അവിടെ റേസ് ആവുകയും പിന്നീട് നിങ്ങൾക്ക് അടുത്തൊരു ഇഷ്യൂ ചെയ്യാനുള്ള ഈ ഒരു വിഡ്ജറ്റ് അല്ലെങ്കിൽ ഈ ഒരു വിൻഡോ നിങ്ങൾക്ക് ഇവിടെ ഓപ്പൺ ആയിട്ട് തന്നെ കിടക്കുകയും ചെയ്യും. ഇതല്ല എനിക്കിപ്പം ഈ ഒരു പെർട്ടിക്കുലർ ഈ ഒറ്റൊരു ബഗ് മാത്രം ക്രിയേറ്റ് ചെയ്താൽ മതി എന്നുണ്ടെങ്കിൽ അത് ചെക്ക് ചെയ്യേണ്ട ആവശ്യമില്ല, സിംപ്ലി ക്രിയേറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ഓക്കെ, സോ ക്രിയേറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്തു. ക്രിയേറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്ക് നമ്മളുടെ ഇഷ്യൂ അവിടെ ക്രിയേറ്റ് ആകും. ഇഷ്യൂ ക്രിയേറ്റ് ആയതിനു ശേഷം എങ്ങനെയാണ്, ഇതിപ്പോൾ നെറ്റ്വർക്ക് ഇഷ്യൂ ഉള്ളതുകൊണ്ടാണ് കറക്റ്റായിട്ട് അത് ക്രിയേറ്റ് ആവാത്തത്. സോ വൺസ് നിങ്ങളൊരു ഇഷ്യൂ ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു രീതിയിൽ നിങ്ങളുടെ കാൻബാൻ ബോർഡിലേക്ക് ഇഷ്യൂവിനെ കാണാൻ സാധിക്കും. ഓക്കെ, ടു ഡൂയിലായിരിക്കും ഇഷ്യൂ ഉണ്ടാവുക. സോ അതിനുശേഷം നമുക്ക് ആ ഇഷ്യൂവിനെ ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. ഒരു ന്യൂ ലിങ്കിലേക്ക് തന്നെ നിങ്ങൾക്ക് ഇഷ്യൂവിനെ ഓപ്പൺ ചെയ്യാനായിട്ട് സാധിക്കും. സോ ക്രിയേറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്കും നമുക്കിവിടെ CAN 3 എന്ന് പറഞ്ഞിട്ടൊന്ന് യു ഹാവ് ക്രിയേറ്റഡ് CAN 3 ഇഷ്യൂ. ഓക്കെ, അപ്പോൾ ഇതിൽ വ്യൂ ഇഷ്യൂ ഉണ്ട്, കോപ്പി ലിങ്ക് ഉണ്ട്. കോപ്പി ലിങ്ക് ഞാൻ കൊടുക്കുകയാണെങ്കിൽ എനിക്കത് ഞാൻ നെക്സ്റ്റ് ടാബിലേക്ക് ഓപ്പൺ ചെയ്യാനായിട്ട് സാധിക്കും. അതേപോലെ തന്നെ ഈ ഒരു ഇഷ്യൂവിൻ്റെ നമ്പർ, ഇതാണ് നിങ്ങളുടെ ഡിഫക്റ്റ് ID എന്ന് പറയുന്നത്. ജിറ യൂസ് ചെയ്യുമ്പം നിങ്ങളുടെ ഡിഫക്റ്റ് ID എന്ന് പറയുന്നത് ഈ ഒരു ഇഷ്യൂ ആണ്. അപ്പോൾ ഇപ്പോൾ നിങ്ങൾ കാണുന്ന ഇതാണ് ഒരു കംപ്ലീറ്റ്ലി റിപ്പോർട്ടഡ് ഇഷ്യൂ. ഈ ഒരു രീതിയിലായിരിക്കും നിങ്ങൾക്ക് യൂസർ ഇൻ്റർഫേസ് ഉണ്ടായിരിക്കുക. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് ഡിസ്ക്രിപ്ഷൻ കാണാം, നമ്മളെഴുതിയ ടെസ്റ്റ്, സ്റ്റെപ്പ് ടു റീപ്രൊഡ്യൂസ്, ടെസ്റ്റ് ഡേറ്റ, എക്സ്പെക്റ്റഡ് റിസൾട്ട്, ആക്ച്വൽ റിസൾട്ട്, എൻവയോൺമെൻറ്റ്, സ്റ്റേജിങ്, എല്ലാ കാര്യങ്ങളും ഉണ്ടാവും. ഓക്കെ, ഇതെല്ലാം കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് ഇവിടെ ഒരു കമൻറ്റ് സെക്ഷനും കാണാം. ദെൻ കറസ്പോണ്ടിങ് ആയിട്ടുള്ള നിങ്ങളുടെ സ്റ്റേറ്റസ് ഇപ്പോൾ ടു ഡൂയിലാണ് കിടക്കുന്നത്. അതായത് ഡെവലപ്പേഴ്സിനകത്ത് വർക്ക് ചെയ്ത് കഴിഞ്ഞില്ല. ഞാനിവിടെ ഡെവലപ്പറിൻ്റെ പേരും ഓൾറെഡി അസൈൻ ചെയ്തിട്ടുണ്ട്. അവർക്ക് ഇതിൻ്റെ കൂടെ ഒരു മെയിൽ പോവുകയും ചെയ്യും. ഓക്കെ, അവർക്കൊരു മെയിലും ജനറേറ്റ് ആവുന്നു. അതുപോലെ ബാക്കി എല്ലാ ഡീറ്റെയിൽസും നമ്മൾ കൊടുത്തിരിക്കുന്ന ഡീറ്റെയിൽസ് ഫുൾ ഇവിടെ കാണാനായിട്ട് പറ്റും. ഇനിയും വൺസ് ഡെവലപ്പർ ഇത് ഫിക്സ് ചെയ്ത് കഴിഞ്ഞാൽ ഡെവലപ്പർ എന്ത് ആഡ് ചെയ്യും, ദ ഇഷ്യൂ ഈസ് ഫിക്സ്ഡ്, ഒരു കമൻ്റ് ആഡ് ചെയ്യും. അതേപോലെ തന്നെ അതിൻ്റെ കറസ്പോണ്ടിങ്, അതായത് ഫിക്സ് ആയി എന്നുള്ള ഒരു യൂണിറ്റ് ടെസ്റ്റിംഗ് ഡോക്യുമെൻറ്റോ അല്ലെങ്കിൽ ഒരു സ്ക്രീൻഷോട്ടോ അവരിതിൻ്റെ കൂടെ അറ്റാച്ച് ചെയ്യേണ്ട ആവശ്യമുണ്ട്. ഓക്കെ, അപ്പോൾ അത് അറ്റാച്ച് ചെയ്തിട്ട് സേവ് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും നമുക്ക് അവരുടെ കമൻറ്റ് ഇവിടെ വിസിബിളായിട്ട് വരും. സോ അതിനുശേഷം ഡെവലപ്പർ എന്താണ് ചെയ്യേണ്ടത്, ഇൻ പ്രോഗ്രസ് സ്റ്റാറ്റസ് ആണ് കൊടുക്കേണ്ടത്. അതായത് ഈ ഇഷ്യൂ ഫിക്സ് ചെയ്യുന്ന സമയത്ത് അവർ ഫിക്സ് ചെയ്യാൻ എടുക്കുമ്പോഴാണ് ഇൻ പ്രോഗ്രസ് സ്റ്റാറ്റസ് കൊടുക്കേണ്ടത്. അതിനുശേഷം അവർ ഫിക്സ് ആക്കി എന്ന് കൺഫേം ചെയ്തതിന് ശേഷം എന്ത് ചെയ്യാൻ പറ്റും, QA വെരിഫിക്കേഷനിലേക്ക് മൂവ് ചെയ്യുക. അതേപോലെ അസൈനി ചേഞ്ച് ചെയ്തിട്ട് ആരാണോ QA അവരുടെ പേരും കൊടുക്കുക. ഓക്കെ, പേരും കൊടുത്തതിന് ശേഷം ഈ ഒരു ബഗ്, ഈ ഒരു CAN 3 എന്ന് പറയുന്ന ബഗ് നമുക്ക് QAക്ക് അസൈൻ ആയിട്ടുണ്ട്. അപ്പോൾ QAക്ക് വീണ്ടും ഇപ്പോൾ റീടെസ്റ്റ് ചെയ്യാനുള്ള ഒരു ഓപ്ഷനാണ് വന്നേക്കുന്നത്. നമുക്കിത് ഈ ഒരു സ്റ്റെപ്പിൽ കൂടി നമുക്കിത് കംപ്ലീറ്റ്ലി റീടെസ്റ്റ് ചെയ്യാം. റീടെസ്റ്റ് ചെയ്തതിന് ശേഷം ഇഷ്യൂ ഫിക്സ് ആയിട്ടില്ലെങ്കിൽ ദ ഇഷ്യൂ സ്റ്റിൽ എക്സിസ്റ്റ്. നമ്മളിവിടെ ഒരുപാട് ഡീറ്റെയിൽസ് കൊടുക്കേണ്ട ആവശ്യമില്ല. കാര്യം ഹോൾ ഡീറ്റെയിൽസ് നമ്മളുടെ പേജിനകത്തിൽ അല്ലെങ്കിൽ ഡേറ്റയ്ക്കകത്തിൽ ബഗ്ഗിനകത്ത് ഡിസ്ക്രൈബ് ചെയ്തിട്ടുണ്ട്. ഇഷ്യൂ എക്സിസ്റ്റ് ആണോ അല്ലയോ എന്ന് മാത്രം കൊടുക്കുക. ഹെൻസ് റീ ഓപ്പണിംഗ്. ഓക്കെ, റീ ഓപ്പൺ ചെയ്യാം. വേണമെങ്കിൽ അതൊരു കളറൊക്കെ വെച്ചിട്ട് സ്പെസിഫൈ ചെയ്യാം. ഓക്കെ, അതേപോലെ തന്നെ നിങ്ങൾക്ക് അതിൻ്റെ കറസ്പോണ്ടിങ് അറ്റാച്ച്മെൻറ്റും ഈ ഒരു കേസിൽ ആഡ് ചെയ്യാം. അറ്റാച്ച്മെൻറ്റ് ആഡ് ചെയ്യുമ്പോൾ റീടെസ്റ്റ് ചെയ്തതിന് ശേഷം മാത്രം നിങ്ങളുടെ ആ റീടെസ്റ്റ് ചെയ്തതിൻ്റെ എക്സാക്റ്റ് ആയിട്ടുള്ള ഡോക്യുമെൻ്റ് ആയിരിക്കണം സേവ് ചെയ്യേണ്ടത്. ഞാനിവിടെ ഒരു ടെസ്റ്റ് സ്ക്രീൻഷോട്ടാണ് ആഡ് ചെയ്യുന്നത്, വാലിഡ് ആയിട്ടുള്ള സ്ക്രീൻഷോട്ട് അല്ല ഇത്.
അപ്പോൾ ഓൾറെഡി നിങ്ങൾ ഈ ഒരു പെർട്ടിക്കുലർ വീണ്ടും ടെസ്റ്റ് ചെയ്യുക, അതായത് അവർ ആ ഒരു കോഡ് കമ്മിറ്റ് ചെയ്തു എന്ന് ഉറപ്പ് വരുത്തിയതിന് ശേഷം നിങ്ങൾക്ക് ഈ ഒരു ബഗ് അസൈൻ ആയി കഴിയുമ്പോഴത്തേക്കും നിങ്ങൾ ഈ ബഗ് വീണ്ടും റീടെസ്റ്റ് ചെയ്യുക. റീടെസ്റ്റ് ചെയ്യുമ്പോൾ ഇഷ്യൂ എക്സിസ്റ്റ് ആണെങ്കിൽ റീ ഓപ്പണിംഗ് കൊടുക്കുക. റീ ഓപ്പണിംഗ് കൊടുത്തതിന് ശേഷം നമുക്കിവിടെ റീ ഓപ്പൺ സ്റ്റേറ്റസ് ഉണ്ടാകും, അതിലേക്ക് മൂവ് ചെയ്യുക. സോ വീണ്ടും ഞാൻ റീ ഓപ്പൺ സ്റ്റേറ്റസിലേക്ക് മൂവ് ചെയ്യുന്നു. ഇപ്പം ഇൻ പ്രോഗ്രസ് ആണ് കറൻ്റ്ലി എനിക്ക് റീ ഓപ്പൺ ആയിട്ടുള്ളത്. അപ്പോൾ ഇത് ഡെവലപ്പറിന് തന്നെ അസൈൻ ആയിക്കോളൂ. ദെൻ ഡെവലപ്പറിനെ വീണ്ടും നിങ്ങൾക്കിവിടെ അസൈൻ ചെയ്യാം. അപ്പോൾ ഡെവലപ്പർ എന്ത് ചെയ്യുന്നു, വീണ്ടും റീ ഓപ്പൺ ആയിട്ടുള്ള ഇഷ്യൂനെ വീണ്ടും വർക്ക് ചെയ്യുന്നു, അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് ഇഷ്യൂ റീ ഓപ്പൺ ആയത് എന്നുള്ള കാര്യം ചെക്ക് ചെയ്യുന്നു. അതിനുശേഷം അവർ വീണ്ടും അതിൽ വർക്ക് ചെയ്തിട്ട് ഫിക്സ് ചെയ്യുന്നു. സോ ഇഷ്യൂ ഇസ് ഫിക്സ്ഡ്. അവരതിൻ്റെ കറസ്പോണ്ടിങ് സ്ക്രീൻഷോട്ടും ഇവിടെ ആഡ് ചെയ്യുന്നു. ഓക്കെ, സോ സ്ക്രീൻഷോട്ടും ഇവിടെ ആഡ് ചെയ്തതിന് ശേഷം വീണ്ടും തിരിച്ച് ആർക്ക് അസൈൻ ചെയ്യുന്നു, QAക്ക് അസൈൻ ചെയ്യുന്നു, QA വെരിഫിക്കേഷനിലേക്ക് ഇടുന്നു, ആസ് വെൽ ആസ് അസൈനിയെയും ചേഞ്ച് ചെയ്യുന്നു. അപ്പോൾ QA എന്താണ് ചെയ്യുന്നത്, വീണ്ടും ചെക്ക് ചെയ്യുന്നു, എഗെയിൻ റീടെസ്റ്റ് ചെയ്യുന്നു, റീ ഓപ്പൺ ആയിട്ടുള്ള ഇഷ്യൂ വീണ്ടും ഉണ്ടോ. അപ്പോൾ വീണ്ടും ടെസ്റ്റ് ചെയ്തതിന് ശേഷം ഇത് കറക്റ്റായിട്ടാണ് ഇപ്പോൾ വർക്ക് ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ ഇഷ്യൂ ഫിക്സ്ഡ്, ഹെൻസ് ക്ലോസിങ്. ദെൻ കറസ്പോണ്ടിങ് ക്ലോസ് ആയി ഫിക്സ് ആയി എന്നുള്ള ഒരു സ്ക്രീൻഷോട്ടും കൂടി ആഡ് ചെയ്യുക. ഓക്കെ, അപ്പോൾ നമുക്ക് ഇത്രയും ഡീറ്റെയിൽസ് ആഡ് ചെയ്തതിന് ശേഷം എന്താണ് സ്റ്റേറ്റസ് അഗെയിൻ ക്ലോസ് അല്ലെങ്കിൽ ഡണ്ണിലേക്ക് മൂവ് ചെയ്യുക. അപ്പോൾ നമ്മളുടെ ബോർഡ് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാം നമ്മളുടെ ഈ ഒരു ഇഷ്യൂ ഇപ്പോൾ ഡൺ എന്ന് പറയുന്ന കാൻബാഡ് ബോർഡിലേക്ക് മൂവ് ആയിട്ടുണ്ട്. ഓക്കെ, നമ്മൾ സ്റ്റേറ്റസ് ചേഞ്ച് ചെയ്യുന്നതിൻ്റെ അനുസരിച്ച് ഈ ബോർഡുകളിൽ ആദ്യമേ ടു ഡൂവിലായിരിക്കും നമ്മളുടെ ബഗ് കിടക്കുക, ദെൻ ഇൻ പ്രോഗ്രസ്സിലേക്ക് വന്നു, ആഫ്റ്റർ ദാറ്റ് QA വെരിഫിക്കേഷനിലേക്ക് വന്നു. QA വെരിഫിക്കേഷനിൽ വെരിഫൈ ചെയ്തതിന് ശേഷം ഇത് ക്ലോസ് ആയെന്ന് ഉറപ്പ് വരുത്തി കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു ഡണ്ണിലേക്ക് ഇത് മൂവ് ചെയ്യാം. സോ ഇങ്ങനെയാണ് നമുക്കൊരു നോർമൽ ആയിട്ടുള്ള ബഗ് റിപ്പോർട്ടിംഗ് ഇൻ ജിറ ചെയ്യുന്നത്. സോ ഐ ഹോപ്പ് ദിസ് സെഷൻ ഈസ് ക്ലിയർ. താങ്ക് യു.